ഭയത്തോടെ കടന്നു വന്ന് വലിയൊരു കൂട്ടായ്മയിൽ കുടുംബമായി മാറിയ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ തന്നെയാണ്. ഇവിടെ നമ്മൾ വിദ്യാർത്ഥികളാണെങ്കിലും പുറത്തെത്തിയാൽ നമ്മൾ പല കഴിവുകളുമുള്ള വ്യത്യസ്ത കഴിവുകളുള്ള വ്യത്യസ്ത വ്യക്തികൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവാം. പൂർണ്ണരായിട്ട് ആരും തന്നെയില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ സമൂഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിച്ച് വളർന്നു വരുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജീവിതത്തിൽ പല പാഠങ്ങളും പഠിച്ച് അനുഭവത്തിലൂടെ പാഠങ്ങൾ പഠിച്ച് പല തെറ്റുകളല്ല അല്ലെങ്കിൽ തെറ്റുകളിൽ നിന്ന് തിരുത്തി ജീവിതത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പടപൊരുന്ന ഒരു പടയാളികൾ തന്നെയാണ്. വളരെ പേടിച്ച് ഈ കലാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ ഈ ഗേറ്റ് കടന്നു വന്ന നമ്മൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ 10 മാസം ഇവിടെ കഴിച്ചു കൂട്ടി. നമുക്ക് വിദ്യ പകർന്നു തന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകര്, ഈ അധ്യാപകരെ നമുക്ക് എത്തിച്ചു തന്ന നമ്മുടെ കോർഡിനേറ്റർ, ഈ സ്കൂളിൽ നമുക്ക് മനോഹരമായി ഇവിടെ അനുബന്ധിച്ചു നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോട് കൊണ്ടുവന്ന നമ്മുടെ സ്കൂളിന്റെ അധികാരികളും ഈ മുനിസിപ്പാലിറ്റിയുടെ അധികാരികളും എല്ലാം തന്നെ വളരെ നന്ദി അർഹിക്കുന്നവരാണ്. അവരോട് നമുക്ക് തീർത്താൻ തീരാത്ത കടമകളുണ്ട്. നമ്മൾ നാളെ ഇന്നിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഇതുവരെയുള്ള ഇവിടെ കടന്നു വന്ന നമ്മളല്ല ഇന്നിവിടുന്ന് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഒരു കാരണമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ശരി, നമ്മുടെ ഈ കൂട്ടായ്മയിലെ അംഗങ്ങളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ പലതും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പരസ്പരം ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ എല്ലാവരും കഴിഞ്ഞോണമെന്നില്ല. ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കാണാത്ത ആളുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മളൊരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾക്ക് എന്നും ഒരുമിച്ച് കൂടാനും നമ്മുടെ കൂടുതൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിലൊത്തിച്ചേർന്നുകൊണ്ട് അവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം. ആ സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ ശോഭ മാഡമാണ്. ശോഭ മാഡത്തെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പടപൊരുത്തിയ നമ്മുടെ ശോഭ മാഡത്തിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കൊടുവള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കെ അഷ്റഫ് മാസ്റ്റർ അവരാണ്. അദ്ദേഹത്തെയും നമുക്ക് പലർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഈ പ്രദേശത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന അദ്ദേഹത്തെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഈ പരിപാടി ഉദ്ഘാടനം എത്തിച്ചു തന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തേണ്ടിരുന്ന നമ്മുടെ കൊടുവള്ളി മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ഹഫ്സത്ത് മാഡം പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. അവരുടെ അഭാവത്തിൽ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്താൻ
നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂളിന്റെ HM സുബിത ടീച്ചറായിരുന്നു. അവരുടെ എത്തിയിട്ടില്ല. അവരുടെ അഭാവത്തിൽ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. TM രാധാകൃഷ്ണൻ ബ്ലോക്ക് മെമ്പർ, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ സ്കൂളിന്റെ HM ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ സബാച്ചൻ സാറാണ്. അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന അധ്യാപകരിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു മുഖമാണ് നമ്മുടെ മുരളി സാർ. മുരളി സാറിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ടതേ ഇല്ല. കാരണം അത്രയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. 24 മണിക്കൂറും നമ്മോടൊപ്പം നിന്നുകൊണ്ട് ഓരോ എക്സാമും കഴിയുമ്പോഴും, എക്സാമിന്റെ മുമ്പത്തെ പറയേണ്ടതില്ല, ഓരോ എക്സാമും കഴിയുമ്പോഴും നമ്മൾ അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് ഇതെങ്ങനെ എഴുതി, എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നമുക്ക് അതിനെന്ത് ചെയ്യണം, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ കൂടി നമ്മുടെ ഒരു മോട്ടിവേറ്ററായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മാസ്റ്റർക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മുടെ വാർഡ് കൗൺസിലർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ശ്രീമതി ഹഫ്സത്ത്, അവർക്ക് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മറ്റൊരു മുഖമാണ് വിഘ്നേശ്വരൻ സാർ. 1 2 ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ചെറിയൊരു പ്രയാസം കാരണം ഒരു സർജറിയും അതോടൊപ്പം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും പലപ്പോഴും നമ്മോട് പല രീതിയിലും ക്ലാസ്സിലൂടെയെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ നമ്മുടെ പഠന മേഖലയിലേക്ക് നമ്മളെ സഹായിച്ച വിഘ്നേശ്വരൻ മാസ്റ്റർക്ക് ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം. അടുത്ത നമ്മുടെ ഇവിടെ എത്തിപ്പെടാത്ത കുറേ ആളുകളുണ്ട്. നമ്മുടെ സുരേന്ദ്രൻ സാറ്, ബിപിൻ ദേവ് സാർ, സന്തോഷ് പുരത്തിൽ, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ IT അധ്യാപകനായ ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററുടെ ഹസ്ബൻഡ്, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് മറക്കാൻ കഴിയാത്ത 2 വ്യക്തികളെ, നമ്മളിലുള്ള നമ്മുടെ കൂട്ടുകാരിയായ 2 വ്യക്തികളെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ഷിഹാബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ 2ാമത്തെ ലീഡർ ഷാഹിന. ഏത് സമയത്തും ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയാലും അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിനകത്ത് ബാഗിലിടുന്ന, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വളരെ ബാഗിലിട്ട് കൊണ്ടുപോകാനല്ല, അടുത്ത ദിവസം കൊടുക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ചായക്ക് കടിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്ത് നമ്മളെ സഹായിച്ച വൈദ്യുതി സാഹിബ്, പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് തന്നെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്ക്,
ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പൊതുപരിപാടി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നമ്മുടെ കോർഡിനേറ്റർ ശോഭ മേഡത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അബൂബക്കർ അഷ്റഫ് മാസ്റ്റർ, വാർഡ് കൗൺസിലർ അഫ്സത്ത് മേഡം, പിന്നെ ഇവിടെ എത്തിയ HM സെബാസ്റ്റ്യൻ സാർ, ഇവിടെ എത്തിപ്പെടാത്ത കുറേ എല്ലാവരും പറയുന്നില്ല. നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ട് അവരെ നമ്മൾ ആദ്യം ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് വളരെ തിരക്കേറിയ ഒരു സമയം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇവിടെ എത്തിയതാണ്. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു 11:30 എന്ന് പറഞ്ഞാൽ ആ 11:30 ഷാർപ്പായിട്ട് തുടങ്ങണം എന്നാണ്. ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി വർണ്ണിച്ചാൽ ചിലപ്പോൾ സമയം പോകുമോ എന്ന് ചെറിയൊരു ഇതുണ്ട്, എങ്കിലും ചെറിയൊരു രീതിയിൽ ഞാനിവിടെ വിവരിക്കുകയാണ്. 10 മാസം കഴിഞ്ഞ് 10.5 മാസം ആയതിനു ശേഷം പരീക്ഷ കഴിഞ്ഞ് ഒടുവിൽ സെൻഡ് ഓഫ് വെച്ച ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സെൻഡ് ഓഫ് വേണം, എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സെൻഡ് ഓഫ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സെൻഡ് ഓഫ് തന്നെയാണ്. പക്ഷെ ആരൊക്കെയോ ഇവിടെ എത്തിയിട്ടില്ല. HM കുറെ അധ്യാപകരൊക്കെ വിളിച്ചു പറഞ്ഞു വരുന്നില്ല എന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 84 കുട്ടികളടങ്ങിയ ഒരു ക്ലാസ് ആയിരുന്നു ഈ വർഷം കൊടുവള്ളി ഹൈസ്കൂളിന് ലഭിച്ചത്. ആ 84 കുട്ടികളിൽ 72 കുട്ടികൾ ക്ലാസ്സിൽ വരികയും ആദ്യ ഒരു മാസം ക്ലാസ് തിക്കും തിരക്കുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ആ ഒരു മാസം കഴിഞ്ഞതോടുകൂടി അത് കുറേശ്ശെ ചുരുങ്ങി വന്ന് 62 കുട്ടികൾ നമ്മൾക്ക് എക്സാം ഈ സ്കൂളിന്റെ HM ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്. അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ ഈ സ്കൂളിന്റെ HM ഇൻചാർജ് ആയിട്ടുള്ള നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്. അദ്ദേഹത്തിനും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന അധ്യാപകരിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു മുഖമാണ് നമ്മുടെ മുരളി സാർ. മുരളി സാറിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ടതേയില്ല, കാരണം അത്രയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. 24 മണിക്കൂറും നമ്മോടൊപ്പം നിന്നുകൊണ്ട് ഓരോ എക്സാമും കഴിയുമ്പോഴും, എക്സാമിന് മുമ്പത്തെ പറയേണ്ടതില്ല, ഓരോ എക്സാമും കഴിയുമ്പോഴും നമ്മൾ അന്വേഷിക്കുകയാണ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതെങ്ങനെ എഴുതി, എങ്ങനെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, എന്താണ് നമുക്ക് അതിനെന്ത് ചെയ്യണം, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ കൂടി നമ്മുടെ ഒരു മോട്ടിവേറ്ററായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പള്ളിമാഷർക്ക് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം. നമ്മുടെ വാർഡ് കൗൺസിലർ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ശ്രീമതി ഹഫ്സത്ത്, അവർക്ക് ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി നമുക്ക്
നമുക്ക് മറക്കാൻ പറ്റാത്തൊരു മറ്റൊരു മുഖമാണ് വിഘ്നേശ്വര സാർ. ഒന്നോ രണ്ടോ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ചെറിയൊരു പ്രയാസം കാരണം ഒരു സർജറിയും അതോടൊപ്പം നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും പലപ്പോഴും നമ്മോട് പല രീതിയിലും ക്ലാസ്സിലൂടെയെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട രീതിയിൽ തന്നെ നമ്മുടെ പഠന മേഖലയിലേക്ക് നമ്മളെ സഹായിച്ച വിഘ്നേശ്വരൻ മാസ്റ്റർക്ക് ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം. അടുത്തത് നമ്മുടെ ഇവിടെ എത്തിപ്പെടാത്ത കുറേ ആളുകളുണ്ട്. നമ്മുടെ സുരേന്ദ്രൻ സാറ്, വിപിൻ ദേവ് സാർ, സന്തോഷ് പുരത്തിൽ, ഇങ്ങനെ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ IT അധ്യാപകനായ ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററുടെ ഹസ്ബൻഡ്, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തികളെ, നമ്മളിലുള്ള നമ്മുടെ കൂട്ടുകാരിയായ രണ്ട് വ്യക്തികളെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ ഷിഹാബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ലീഡർ ഷാഹിന. ഏത് സമയത്തും ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയാലും അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് ബാഗിലിടുന്ന, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബാഗിലിട്ട് കൊണ്ടുപോകാനല്ല, അടുത്ത ദിവസം കൊടുക്കാനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ചായക്ക് കടിയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന നമ്മുടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ സാമ്പത്തിക സഹായം ചെയ്ത് നമ്മളെ സഹായിച്ച വൈദ്യ സാഹിബ്, പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തിത്വങ്ങളിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ ജീവിതത്താക്ക. നമ്മളെല്ലാം പരിപാടി എല്ലാവരെയും അടിച്ചൊതുക്കി അതിവേഗം മുന്നേറി എല്ലാവരെയും മനസ്സിൽ സ്ഥാനം നേടിയ ജീവിതത്താക്ക ഞാൻ ഭാഗമായി സംബന്ധിക്കുകയാണ്. ഇനി ആളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം നമുക്ക് സമയം കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. എല്ലാവർക്കും ഒറ്റ വാക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പൊതുപരിപാടി അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നമ്മുടെ കോർഡിനേറ്റർ ശോഭ മേഡത്തെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ട് അവരെ നമ്മൾ ആദ്യം ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബ്ലോക്ക് പ്രസിഡന്റ് വളരെ തിരക്കേറിയ ഒരു സമയം നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇവിടെ എത്തിയതാണ്. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു 11:30 എന്ന് പറഞ്ഞാൽ ആ 11:30 ഷാർപ്പായിട്ട് തുടങ്ങണം എന്നാണ്. ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി വർണ്ണിച്ചാൽ ചിലപ്പോൾ സമയം പോകുമോ എന്ന് ചെറിയൊരു ഇതുണ്ട്, എങ്കിലും ചെറിയൊരു രീതിയിൽ ഞാനിവിടെ വിവരിക്കുകയാണ്. 10 മാസം കഴിഞ്ഞ് 10.5 മാസമായതിനു ശേഷം പരീക്ഷ കഴിഞ്ഞ് ഒടുവിൽ സെൻഡ് ഓഫ് വെച്ച ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സെൻഡ് ഓഫ് വേണം, എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സെൻഡ് ഓഫ് വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുപോലെ തന്നെ എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു സെൻഡ് ഓഫ് തന്നെയാണ്. പക്ഷെ ആരൊക്കെയോ ഇവിടെ എത്തിയിട്ടില്ല. HM കുറെ അധ്യാപകരൊക്കെ വിളിച്ചു പറഞ്ഞു വരുന്നില്ല എന്ന്. ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 84 കുട്ടികൾ അടങ്ങിയ ഒരു ക്ലാസ് ആയിരുന്നു ഈ വർഷം കൊടുവള്ളി
ഹൈസ്കൂളിന് ലഭിച്ചത്. ആ 84 കുട്ടികളില് 72 കുട്ടികൾ ക്ലാസ്സിൽ വരികയും ആദ്യ ഒരു മാസം ക്ലാസ് തിക്കും തിരക്കുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ആ ഒരു മാസം കഴിഞ്ഞതോടുകൂടി അത് കുറേശ്ശെ ചുരുങ്ങി വന്ന് 62 കുട്ടികൾ നമ്മൾക്ക് എക്സാമിന് ഫീസ് അടയ്ക്കുകയും 2 പേർക്ക് അസുഖം വന്നത് കൊണ്ട് എക്സാം എഴുതാൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും ഫുൾ സി മാർക്ക് വാങ്ങിയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് മുഴുവൻ ക്ലാസ്സുകളിൽ വന്നുകൊണ്ട് നിന്ന ഈ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്കൂളിന്റെ സപ്പോർട്ടും കട്ട സഹകരണവും കൊണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ അനുഭവിക്കേണ്ടി വന്നില്ല. മറ്റുള്ള സ്കൂളുകൾ പോലെയൊന്നുമല്ല. ഞാൻ സ്കൂളിലേക്ക് വന്നാൽ ഈ സ്കൂളിലെ ഒരു അംഗത്തെ പോലെ മാത്രമാണ് അവരെന്നെ കരുതിയത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും എനിക്ക് സെബാസ്റ്റ്യൻ സാറിന്റെ ആയാലും സന്തോഷ് സാറിന്റെ ആയാലും എല്ലാ അധ്യാപകരെയും, ഒരാളേക്ക് പറയുന്നില്ല, എല്ലാ അധ്യാപകരെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും എല്ലാം പഠിക്കുന്ന കുട്ടികളുമായിരുന്നു. എല്ലാം കൊണ്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും തുടർന്നും പഠിക്കണം. ഇവിടെയുള്ള ആളുകൾ ആരും പ്രായം കൂടിയവരല്ല, ഒക്കെ ചെറുപ്രായക്കാരാണ്. ഇനിയും പഠിക്കാൻ കൂടുതൽ അവസരമുണ്ട്. സയൻസ് എടുത്ത് പഠിക്കേണ്ടവരും ഹിസ്റ്ററി പഠിക്കേണ്ടവരും എല്ലാവരും ഉണ്ട്. ഏതായാലും ഈ പരീക്ഷയുടെ റിസൾട്ട് തന്നാൽ നമുക്ക് +2ലേക്ക് പോകാം. പാവം പ്രേരകന്മാരിൽ നിന്ന് ഒരാളെയാണ് സെന്റർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കുന്നത്. തുച്ഛമായ ഒരു വണ്ടിക്കൂലി കൂടി ഈ ഒരു പരിപാടിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം. അധ്യാപകർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല താല്പര്യമുള്ള അധ്യാപകരെ വെച്ചിട്ട് എടുക്കുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും അധ്യാപകർ, എന്നാലും കൊടുവള്ളി സ്കൂളില് എല്ലാ വിഷയത്തിനും നമുക്ക് ജില്ലാ മിഷൻ ഏൽപ്പിച്ചതിനേക്കാൾ ക്ലാസുകൾ നൽകിക്കൊണ്ട് തന്നെയാണ് പരീക്ഷകളിൽ എത്തിച്ചത്. അതുപോലെ തന്നെ പരീക്ഷ നടക്കുന്ന ഉച്ചയ്ക്ക് പരീക്ഷയാണ്, രാവിലെ ക്ലാസ് കൊടുത്തിട്ടാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നതും. അങ്ങനെ അത്രയ്ക്കും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഭയവുമില്ലാതെ ക്ലാസ് കയറി ഇരുന്ന് പരീക്ഷ എഴുതോട് എന്ന് പറയുന്ന അധ്യാപകരും കൂടി ക്ലാസ്സിൽ ഉള്ളത് കൊണ്ട് കുട്ടികൾ നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെ പ്രസിഡന്റിന് ലേശം ഒരു തിരക്കുണ്ട്, 2 കല്യാണം 2 ഒത്തുവീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കും.